ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാൻ പങ്കെടുത്ത വേദിയിലേക്ക് ബി.ജെ.പി. പ്രവർത്തകർ നടത്തിയ മാർച്ച് സി.പി.ഐ.എം പ്രവർത്തകർ തടഞ്ഞു. ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പുലിമുട്ടോടുകൂടിയ കടൽഭിത്തി നിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? മനീഷ്. റിജിത്ത്, മത്സ്യഫെഡ് ജില്ലാ ഓഫീസ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് അവിടെ പരിപാടി സംഘടിപ്പിച്ചത്. മന്ത്രി സജി ചെറിയാനായിരുന്നു ഉദ്ഘാടകൻ. പക്ഷേ മന്ത്രി സജി ചെറിയാൻ എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ 20ഓളം ബി.ജെ.പി. പ്രവർത്തകരെത്തി പ്രതിഷേധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മന്ത്രിക്കെതിരെ സമരം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അവിടെ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം, ഈ വളഞ്ഞവഴിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തീരദേശ മേഖലയാണ് വളഞ്ഞവഴി, അമ്പലപ്പുഴ, കാക്കാഴം തുടങ്ങിയ മേഖലയിലെ തീരപ്രദേശങ്ങളിൽ വലിയ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും തീരം സംരക്ഷിക്കപ്പെടുന്നില്ല. അവിടെ കടലഭിത്തിക്ക് വേണ്ട ബലമില്ല, പുലിമുട്ടില്ല. അങ്ങനെ ഓരോ മഴക്കാലത്തും അല്ലെങ്കിൽ കടലേറ്റം ഉണ്ടാകുന്ന സമയത്തുമൊക്കെ തന്നെ നിരവധി ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും അവർക്ക് മാറി താമസിക്കേണ്ടി വരികയും ഇപ്പോഴും പല ആളുകളും ദുരിതം അനുഭവിക്കുന്ന ഒരു തീര മേഖലയാണ് ഈ വളഞ്ഞവഴി. അവിടെ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ഈ രീതിയിൽ തീര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. പ്രവർത്തകരായ സ്ത്രീകളും മറ്റ് പ്രവർത്തകരും അവിടെ എത്തി പ്രതിഷേധിക്കാൻ എത്തി. പക്ഷേ സി.പി.ഐ.എമ്മിന്റെ പ്രവർത്തകർ അവിടെ വെച്ച് തടഞ്ഞു. ഒരു സംഘർഷാവസ്ഥ ഉണ്ടായ സമയത്താണ് അവിടെ ഈ മന്ത്രിക്ക് എസ്കോർട്ട് ഒരുക്കാനായി എത്തിയിട്ടുള്ള എടത്വ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ പാർട്ടി പ്രവർത്തകരെ മാറ്റി. അങ്ങനെ സംഘർഷാവസ്ഥയ്ക്ക് ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും പോലീസ് ഇടപെട്ടുകൊണ്ട് അത് മാറ്റി. പിന്നീട് ഈ പ്രവർത്തകരെ മുഴുവൻ കസ്റ്റഡിയിലെടുത്ത് മാറ്റി. ഏകദേശം 20ഓളം പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. മുഴുവൻ പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. നിലവിൽ മന്ത്രി അവിടെ എത്തി ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റിജിത്ത്. ശരി, മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന്.